ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ വെക്കുന്നത് ചക്കക്കുരു മാങ്ങയും കൂടെ കറി വെക്കുന്നുണ്ട്, കുടംപുളി ഇട്ട രസം വെക്കുന്നുണ്ട്, കുറച്ച് പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്, പിന്നെ മത്തി കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള എല്ലാം ഞാൻ അരിഞ്ഞും അരച്ചുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. രസത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഞാനിപ്പോൾ അതായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ മീൻ വയ്ക്കാനായിട്ട് അപ്പുറത്തൊരു ചെറിയ അടുക്കളയുണ്ട് കേട്ടോ. അവിടെയാണ് ഞാൻ ചട്ടിയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ മീൻ വയ്ക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് കൊണ്ടുവന്നതാണ്. അത് ഞാൻ എന്താ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. ആ ബർണർ ഫ്ലെയിം കുറച്ച് വലുതാണ് കേട്ടോ. അതപ്പോൾ നല്ല ലോയിൽ വെച്ചാൽ പറ്റുള്ളൂ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്ന മീൻ കറിയാണ് കേട്ടോ. തേങ്ങ അരയ്ക്കാതെ വയ്ക്കുകയാണെങ്കിൽ ഞാൻ കടുകിന് പകരം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മീൻ്റെയൊക്കെ റെസിപ്പി ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇതിലേക്ക് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചാണ്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ കുറച്ച് അരപ്പൊക്കെ ഈ സ്റ്റൗവിലേക്കൊക്കെ ഒന്ന് തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ തന്നെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ നമുക്ക്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. ഫ്ലെയിം ലോയിലാണല്ലോ വെച്ചിട്ടുള്ളത്. നമുക്കപ്പോൾ ഇപ്പുറത്തെ ബർണറിലേക്ക് ചക്കക്കുരു വെച്ച് കൊടുക്കാം. ചക്കക്കുരു ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഞാൻ ഇതിൽ ചേർക്കുന്നത് ഉപ്പ് മാങ്ങയാണ്. പച്ചമാങ്ങ ഉണ്ടായില്ല, അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്വല്പം മാത്രം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് കുക്കർ നന്നായിട്ട് അടച്ചിട്ട് ഒരു 2 വിസിൽ, നന്നായിട്ട് വേകുന്ന ചക്കക്കുരുവാണ് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇപ്പുറത്ത് മീനിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. മീൻ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഞാൻ കൂടെ ഇങ്ങനെ തുടയ്ക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ സ്റ്റൗ അറിയാലോ, അപ്പോഴപ്പോഴും തുടച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ വിഷയം ഉണ്ടാവില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു സ്വല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കറി തിളച്ചിട്ടില്ല. അപ്പോൾ ബാക്കി അവിടെ കാലിയായ പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് ഇടുകയാണ് ഞാൻ. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല മത്തിക്കറി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ മത്തിക്ക് എന്തോ നല്ല ടേസ്റ്റാണ്. മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കിങ്ങൊക്കെ കഴിയുമ്പോൾ പാത്രങ്ങൾ കഴുകാനായിട്ട് എല്ലാ വീടുകളിലും ഇങ്ങനെയാണല്ലോ, സിങ്കൊക്കെ നിറയും. അതാണ് ഞാൻ നോക്കിയത് കേട്ടോ. പാത്രം വെച്ച സമയത്ത്, സിങ്കിലേക്ക് പാത്രം കൊണ്ട് വെച്ച സമയത്ത്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിസിലൊക്കെ 2 വിസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ വയ്ക്കുന്നത്. അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതേ ചക്കക്കുരു ഞാൻ ചക്കക്കുരുവിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ. പച്ചമുളകും കാന്താരിമുളകും ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ ഒന്ന് കഴിക്കുകയാണ്. പക്ഷേ നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ കൂടെ ആയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അത് നമുക്ക് കുക്കർ തുറക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ നമ്മുടെ ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്.
അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ട് അരിഞ്ഞു വെച്ച പാവയ്ക്കയും സവോളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. കടുകൊന്നും വറുത്തിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ തുറക്കാൻ സമയമായിട്ടുണ്ട്. കുക്കർ തുറന്നു കേട്ടോ. ഇപ്പോൾ ചക്കക്കുരു പാകത്തിന് വെന്തിട്ടുണ്ടെന്ന് നോക്കാം. നല്ലതുപോലെ വേകുന്ന നല്ല ചക്കയുടെ കുരുവാണ് കേട്ടോ. നമ്മുടെ പ്ലാവിലുണ്ടായ ചക്ക തന്നെയാണിത്. ആദ്യം ഉണ്ടായ ചക്കയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പിലിട്ട മാങ്ങ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. ഈ മാങ്ങയും കൂടെ കുക്കറിൽ നമ്മൾ ചക്കക്കുരു വെച്ച കൂടെ അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. കാരണം മാങ്ങ അങ്ങോട്ട് ശരിക്കും വെന്തിട്ടുണ്ടായില്ല. ഇത് മാങ്ങ വേകുന്നുണ്ട്, പക്ഷെ നല്ല സോഫ്റ്റായി വരുന്നില്ല. അത് കുക്കറിൽ വെച്ചാൽ മതിയായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. വെന്ത് പോകുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് വീണ്ടും സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുക്കർ ലോക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാലിയായി കുറച്ച് പാത്രങ്ങൾ, നമ്മൾ അരപ്പെടുത്ത പാത്രങ്ങൾ, അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ചക്കക്കുരു മീനെടുത്ത പാത്രങ്ങൾ, ഇതൊക്കെ വീണ്ടും ഞാൻ സിങ്കിലേക്ക് ഇടുകയാണ്. പാത്രം കഴുകല്ലേ നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയ പണിയില്ലേ. അപ്പോൾ അതവിടെ വെച്ച് ഇപ്പോൾ കഴുകുന്നില്ല, ലാസ്റ്റേ കഴുകുന്നുള്ളൂ. അപ്പോൾ മീൻകറി ഏകദേശം റെഡിയായി, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പാവയ്ക്ക മെഴുക്കുരട്ടി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ പാവയ്ക്കയാണ്, ഈ വെള്ള പാവയ്ക്കയാണ്. കുറച്ചേ ഉള്ളായിരുന്നു ഇവിടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അല്ലാതെ മക്കളൊന്നും കഴിക്കത്തില്ല, ഹസ്ബൻഡിനും അത്ര പ്രിയമില്ല. പിന്നെ വീട്ടിൽ ഉണ്ടായ പാവയ്ക്ക ആയതുകൊണ്ട് കുറച്ച് കഴിക്കും, അത്രയേ ഉള്ളൂ. ഇതിലിവിടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇട്ടില്ല, ഹസ്ബൻഡിന് ഇഷ്ടമല്ല. കഴിക്കുകയാണെങ്കിൽ തന്നെ തേങ്ങാക്കൊത്ത് അത്ര പ്രിയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പം നമ്മൾ അരപ്പ് പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു ഇതള് കറിവേപ്പില, ഒരു ഇതള് മാത്രം കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒരു 90%. അല്ലാതെ നമ്മൾ അവിയലിന് അരയ്ക്കും പോലെയല്ല, എന്നാൽ നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കുകയില്ല. ആ അരപ്പങ്ങ് ചേർത്ത് കൊടുത്തു. അതവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് രസമാണ്, കുടംപുളി ഇട്ട് വെക്കുന്ന രസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി, മൺകലം എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലാണ് കേട്ടോ ഞാൻ രസം വയ്ക്കുന്നത്. ഞാൻ ഇപ്പുറത്തെ ബർണറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ രസം വയ്ക്കുന്ന ചട്ടി. ഇനി അത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ സാധാരണ വാളംപുളി ചേർത്ത രസം വയ്ക്കുകയാണെങ്കിൽ അതിൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇതിലാണെങ്കിൽ വെളിച്ചെണ്ണയും. അപ്പോൾ മോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? മോൾ ഇങ്ങോട്ട് വന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോള്. അപ്പോൾ അവളിങ്ങനെ അമ്മ സുഖമാണെന്ന് ചോദിച്ചൊരു തമാശ പറഞ്ഞ് എപ്പോഴും ഇറങ്ങി വരും. അപ്പം ക്യാമറ പുള്ളിക്കാരി കണ്ടില്ല കേട്ടോ. ക്യാമറ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ക്യാമറ ഓണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് എന്താണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത പാത്രം വീണ്ടും സിങ്കിലേക്ക് പോകുന്നുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചിയെ കൂടെ ഫ്രൈ ആയി വന്ന സമയത്ത് വറ്റൽമുളക് ചതച്ചത് ഞാൻ ഇതുപോലെ ചതച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. ഇതങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2-3 ടീസ്പൂണ്. വേറെ മുളക് പൊടി എന്തെങ്കിലും ചേർക്കാറില്ല കേട്ടോ ഞാൻ. ഇതിൻ്റെ ഇടയ്ക്ക് പാവയ്ക്ക ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ള കുടംപുളി അതങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എത്ര രസമാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രസമാണ് ഈ രസം, കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിലൊഴിച്ച് കഴിക്കാനും കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ അധികവും ചെയ്യുന്നത് വാളംപുളി ചേർത്ത രസമാണ്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്യാറുണ്ട് കുടംപുളി ഇട്ടും, പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ മോള് ഈ ക്യാമറയിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കാരി സമ്മതിക്കുകയോ വേണ്ടെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നില്ല കേട്ടോ. അത് ആ ക്ലിപ്പ് പിന്നെ ഞാനത് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പം ഉപ്പില്ല, അങ്ങനെ കുറച്ച് ഉപ്പോട് ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട്
പിന്നെ ഒന്നും കൂടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കിയപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പാവയ്ക്കയുടെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നാളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാകട്ടെ ഈ ഒരു കിച്ചൺ ടവലിൻ്റെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. ഇതുപോലെ നമുക്കിത് സ്റ്റൗ ആണെങ്കിലും എല്ലാം നമുക്ക് കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ചെടുക്കാൻ്റെ നല്ലൊരു സൂപ്പർ സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് റീയൂസബിൾ ആണ്. ഇതുപോലെ ഇതാ തുടച്ചെടുത്തിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും, നനച്ചെടുത്തിട്ട്. ഇതാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലിട്ടിരുന്ന ഒരു പീസാണത്. പിന്നെ എന്താ വെച്ചാൽ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ച പച്ച കളറിലുള്ളത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല. നമുക്ക് കൈ തുടയ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഈ ഒരു വൈപ്പർ അടിപൊളി സംഭവമാണ്. നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ വൈപ്പ് ചെയ്ത് കളയാൻ പറ്റും. സൂപ്പറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വൈപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ സാധാരണ ഞാൻ പാത്രം കഴിയുമ്പോൾ ഒരു ഏപ്രനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇന്നിപ്പോൾ അത് എടുത്തില്ല, മറന്നുപോയി കേട്ടോ, വിട്ടുപോയി. പിന്നെ പെട്ടെന്ന് അങ്ങ് കഴുകാനായിട്ട് നിന്നു. അപ്പോൾ പെട്ടെന്ന് പാത്രം കൂടെ അങ്ങ് കഴുകി വെക്കുകയാണ്. ഈ കൗണ്ടർ ടോപ്പ് കണ്ട കുറച്ച് വീതി കൂടുതലാണ്, സ്വല്പം ഹൈറ്റും കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നനയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാത്രങ്ങൾ കഴുകിയിട്ട് കറികളൊക്കെ എടുക്കാനുള്ള തവികളിവിടെ വെച്ചിട്ട് ഇതിന് ഞാൻ അപ്പുറത്തൊരു ചെറിയ അടുക്കളയുണ്ട്, നേരത്തെ പറഞ്ഞില്ലേ, വിറകടുപ്പാണ് കേട്ടോ അവിടെ ഉള്ളത്. അവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിലാണ് ഞാൻ കഴുകുന്ന പാത്രങ്ങൾ കൊണ്ടിടുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് വന്നു. പിന്നെ വൈപ്പർ അവിടെ വയ്ക്കാൻ മോള് ചോദിക്കും എന്തിനാണ് ഇവിടെ വെക്കുന്നത് ചോദിക്കാറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. പക്ഷേ എനിക്കതാണ് ശരിയാകുന്നത്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകി തീർന്നു, കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി. ഇനിയും ചെയ്യുന്നത് നാരങ്ങയുടെ തോട് ഞാൻ ഇന്നാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതാ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താണ് കേട്ടോ. അത് ഉണക്കുന്ന വീഡിയോ, അതായത് ഉണക്കാൻ കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ ഞാനതിൽ ആ ഒരു ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിന് പൊടിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നില്ലേ, ആ സംഭവത്തിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു കേട്ടോ, ഒന്ന് ഇടിച്ചെടുത്തത്. എന്നിട്ട് ഇനിയാണ് മിക്സിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനത് ഇടിക്കുന്ന സംഭവത്തിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നു. ഇനി നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 2-3 ഗ്രാമ്പുവാണ്. ഇതൊക്കെ കൂടെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ചതച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊതുകിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഇത്, കൊതുകിനെ ഓടിക്കാനായിട്ട്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്, ഈ കുറച്ച് നമ്മുടെ ചിരാതില്ലേ, അതിൽ കുറച്ച് ഓയിലെടുത്തിട്ട് ഒരു തിരിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ കുറച്ചിട്ടിട്ട് ഒരു കർപ്പൂരം കൂടി ഇട്ട് നമ്മൾ കത്തിച്ച് വെക്കണം. സൂപ്പർ സംഭവമാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ ഇതിങ്ങനെ പൊടിച്ച് ഇട്ട് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ പൊടിച്ചിടുന്ന ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇനോയുടെ ഒരു ബോട്ടിലാണ്, അതിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഒരു പേപ്പറിലേക്ക് ആക്കുമ്പോൾ അവിടെ നിന്ന് വീഴില്ല എന്ന് വിചാരിച്ചിട്ട് ആദ്യം പേപ്പറിലേക്ക് ഇട്ടിട്ട് പിന്നീടാണ് ഞാനിത് ബോട്ടിലേക്ക് ആക്കി വെക്കുന്നത്. അപ്പോൾ ഡെയിലി ഞാൻ സന്ധ്യയ്ക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ ഓയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കത്തിച്ച് വയ്ക്കുന്നത് നല്ലൊരു സംഭവമാണ് കേട്ടോ. സ്മെല്ലും ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇപ്പോൾ ചെയ്യാറുള്ളൂ, കാരണം അത്രയ്ക്കേ കൊതുക് ഉണ്ടാകാറുള്ളൂ. ഒരു കുഞ്ഞ് സ്പൂണും അതിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലൊരു കുഞ്ഞ് സ്പൂൺ എടുത്തിട്ട് കത്തിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.